ശ്രീ ടി പി ഇപ്പം ഞാൻ നിങ്ങളുടെ വോട്ട് പേഴ്സണിനെ കുറിച്ചൊരു ചോദ്യമാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. BJPക്ക് ഇടക്കാലത്ത് അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു പാർട്ടിയാണ്. അതിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു MP ഉണ്ടാകുന്നു. MP ഉണ്ടായതിനു ശേഷമുള്ള തൃശ്ശൂർ നിങ്ങളുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ തിരഞ്ഞെടുപ്പിനെ തൃശ്ശൂരിൽ നേരിട്ടത്. പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരത്ത് നിങ്ങൾക്കൊരു കോർപ്പറേഷൻ കിട്ടിയെന്നുള്ളത് അഭിമാനാർഹമായ നേട്ടമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ മറ്റിടങ്ങളിലൊക്കെ നിങ്ങൾക്ക് വോട്ട് പേഴ്സൻറ്റിൽ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഈ കുറഞ്ഞ വോട്ട് പേഴ്സൻറ്റ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ നിയമസഭയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 11 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് 1-ാം സ്ഥാനത്ത് വരാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം നിന്ന ഇടത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉണ്ടായിരുന്ന വോട്ടിൽ താഴോട്ട് പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. മാധവനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി വിശകലനം ചെയ്യാനും നിരീക്ഷിക്കാനും കെൽപ്പുള്ള ആളിനോട് ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. നോക്കൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പാറ്റേൺ ആണോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ ആണോ ലോക്സഭയ്ക്ക് ഉണ്ടാകുന്നത്? അങ്ങനെയാണെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് അതിനനുസരിച്ചുള്ള വോട്ട് ഷെയർ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നോ? വോട്ട് ഷെയറും വിന്നബിലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ മാധു? നോക്കൂ, അതുകൊണ്ടാണ് ഇരിക്കാം ഒരുപക്ഷെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. കേരളത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാരും രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഏക സ്വരത്ത് പറഞ്ഞത് എന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഡാറ്റയും വെച്ച് തൃശ്ശൂരിൽ BJPക്ക് ഒരു MP ജയിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ തൃശ്ശൂർ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ചിത്രം എന്താണ്? അവിടെ ഒരു MP ജയിച്ചു. ഒരു നിയമസഭ ഭരിക്കാത്ത, അവിടുത്തെ ഒരു പഞ്ചായത്തുകളിൽ പോലും പ്രധാന പ്രതിപക്ഷം പോലും അല്ലാത്തടത്ത്. ഇതാണ് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ. ഞാൻ ചോദിക്കുന്നത്, 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെയും 2025 നമ്മൾ താരതമ്യം ചെയ്യുന്നതെങ്കിൽ ശരിയുണ്ട്. മാത്രമല്ല, ഇത് മാത്രമാണോ? നോക്കൂ, ഇത് തന്നെയാണ് ഒരുപക്ഷെ പറയാതെ പറഞ്ഞു വെച്ചത് CPMൻ്റെ പ്രതിനിധി. അദ്ദേഹം പറയാണ് 3 ജില്ലാ പഞ്ചായത്ത് സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ BJPക്ക് അതില്ല. ഇത് BJPയുടെ പരാജയത്തിൻ്റെ ഒരു സൂചനയാണ്, BJPയുടെ തകർച്ചയുടെ സൂചനയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, കിട്ടുന്ന സീറ്റുകൾ മാത്രമാണ് ഒരു കക്ഷിയുടെ വിജയമെങ്കിൽ നിങ്ങളും ഞങ്ങളും കേരളത്തിൽ തുല്യ ശക്തിയാണെന്ന് സമ്മതിക്കണ്ടേ? ഒരു MP നിങ്ങൾക്കും ഉണ്ട്, ഒരു MP ഞങ്ങൾക്കും ഉണ്ട്. ഒരു കോർപ്പറേഷൻ നിങ്ങൾ ഭരിക്കുന്നുണ്ട്, ഒരു കോർപ്പറേഷൻ ഞങ്ങളും ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ രണ്ടുപേരും തുല്യ ശക്തികളാണ് എന്ന് ഞാൻ വാദിച്ചാൽ ഈ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു പക്ഷേ ശരിയാണ്, നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും. പക്ഷെ അതൊരു ശരിയല്ല എന്ന് കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും നമുക്ക് കൃത്യമായിട്ടറിയാം. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? മാധു ഒരു പക്ഷെ തെറ്റിദ്ധരിപ്പിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJPക്ക് സുരേന്ദ്രൻ്റെ പഴയ ഏതോ ഒരു കഥ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ മാധു, കേരളത്തിലെ ഈ മുന്നണി ബന്ധം കൃത്യമായുള്ള കേരളത്തിൽ കാലാകാലങ്ങളിൽ എല്ലാവരും ഇവരുടെ ഒപ്പം തന്നെ നിന്നുകൊടുക്കാം രാഷ്ട്രീയ മുന്നണി കൂട്ടുകെട്ടുകൾ എന്ന് ഇവർക്ക് ആർക്കെങ്കിലും ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? ഇടതു മുന്നണിയിൽ നിന്നും ഘടകകക്ഷികൾ UDFിൽ നിന്നും LDFിലേക്ക് പോയിട്ടില്ലേ? LDFിൽ നിന്ന് നേരം ഇരുട്ടി വെളുക്കുമ്പോൾ അവർ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത ഘട്ടത്തിൽ അവർ LDFിലേക്കും UDFിലേക്കും മാറി പോയിട്ടില്ലേ? ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നണിക്കകത്തേക്കും ഇത്തരം കക്ഷികൾ വരില്ല എന്നുള്ളത് ഒരു സ്വപ്നം കാണേണ്ടതോ നമ്മൾ തള്ളിക്കളയേണ്ടതോ ആണോ? ഒരു തേർഡ് ഓപ്ഷൻ അവർക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നാളത്തെ രാഷ്ട്രീയത്തെ മാധു നമുക്ക് അങ്ങനെ തള്ളിക്കളയാനൊന്നും കഴിയില്ല. മറിച്ച് ഒന്നുകൂടെ മാധു ഇവിടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കേരളത്തിലും ഒരർത്ഥത്തിൽ ദേശീയ തലത്തിലുള്ള INDIA അലയൻസ് രംഗത്ത് വന്നുവോ? BJP ജയിച്ച നമുക്കറിയാം തൃപ്പൂണിത്തുറയിൽ ഒരു ലജ്ജയുമില്ലാതെ ഇവർ രണ്ടുപേരും സഹകരിച്ചില്ലേ? അതേമാതിരി തന്നെ വാടാനപ്പള്ളിയിൽ ഇവർ രണ്ടുപേരും SDPIയോടൊപ്പം BJP തോൽപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ചുവോ? തൃശ്ശൂരിലെ പാറളം പഞ്ചായത്തിൽ BJP പിടിച്ചെടുത്ത പഞ്ചായത്താണ്. ഈ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നുവോ? അപ്പോൾ BJP കേരളത്തിൽ വളരുന്നില്ലെങ്കിൽ, BJP കേരളത്തിൽ താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഇത്തരം കേന്ദ്രങ്ങളിൽ ഇവർ പരസ്പരം സഹകരിച്ച് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണ്? പിന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, BJP വിലക്കെടുക്കുകയാണ്. വസ്തുതകൾ നമ്മൾ കേരളത്തിൽ സംസാരിക്കും. വിലക്കെടുക്കാൻ ശ്രമിച്ചത് ഏത് പാർട്ടിയാണ് എന്നും ഒരു ലീഗ് സ്വതന്ത്രനെ വിലക്കെടുത്തപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഗോപൻ സാറിനോട് എല്ലാ ബഹുമാനം നിലനിർത്തി ചോദിക്കട്ടെ സർ, ത്രിപുരയിലെ പാർട്ടി ഓഫീസുകൾ ചായം പൂശി മാറ്റി കാവി അടിച്ച് താമര വരച്ച് ത്രിപുരയിലും ബംഗാളിലും BJPയിലേക്ക് വന്നത് പണത്തിൻ്റെ ഹുങ്കിലാണോ? അവിടെ നിങ്ങളൊപ്പം നിന്ന് വർഷങ്ങളായി നിങ്ങളുടെ കൂടെ നിന്നിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ മാറിയോ? കേരളത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താ CPMൻ്റെ കേരളത്തിലെ വിലയിരുത്തൽ?
അപകടകരമായ രൂപത്തിൽ CPM-ന്റെ വോട്ട് ബാങ്കുകളിലേക്ക് അകത്തേക്ക് BJP കടന്നു കയറാൻ തുടങ്ങിയിരിക്കുന്നു. ആലപ്പുഴയിലായാലും പത്തനംതിട്ടയിലായാലും കണ്ണൂരായാലും കോഴിക്കോട്ടായാലും അവരുടെ ഇടങ്ങളിലേക്ക് BJP വന്നു. അപ്പം ഞാൻ പറയുന്നത് ആ കണക്ക് വെച്ചാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. BJP ദുർബലമാണ്, ഞങ്ങളാരും കാണേണ്ട എന്ന് പറയുന്നവർ ഇവരുടെ സഹകരണം എന്തിൻ്റെ ഒരു സൂചനയാണ്? പിന്നെ എനിക്ക് മനസ്സിലാവുന്ന ലിജു, നിങ്ങൾ എന്തിനാ കനകോലിനെ തള്ളിപ്പറയുന്നത്? പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് പ്രൊഫഷണലൈസേഷൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും ഒരുപക്ഷെ നിങ്ങൾക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ വാദഗതികളെ നമ്മൾ എന്തിനാണ് തള്ളിപ്പറയേണ്ടി വരുന്നത്? ഒറ്റ കാര്യം മാധു ഞാൻ ചൂണ്ടിക്കാണിക്കാം. ശബരിമല വിഷയം എൻ്റെ സുഹൃത്ത് ലിജു പറഞ്ഞു. ലിജു, ശബരിമല വിഷയം പഴയ ആവേശത്തോടെ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കാരണം ആ വിഷയത്തിൽ നിങ്ങളും ഇന്ന് സംശയത്തിൻ്റെ മുൾമുനയിലല്ലേ? അതിലെ കുറ്റവാളികളുമൊത്ത് നിങ്ങളുടെ ദേശീയ നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരും വെളിപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ, ഒരു ഫോട്ടോയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, തങ്ങളുടെ യാത്രോദ്ദേശവും സംസാര വിഷയവും ചർച്ചാ വിഷയവും വെളിപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ അത് നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുവെങ്കിൽ അതും ഈ തെരഞ്ഞെടുപ്പുകളിൽ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കുകയില്ലേ? നിങ്ങളുടെ സഖ്യം ചേരൽ, നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള സഹകരണം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്തിയിരിക്കുന്നത് പരോക്ഷമായി നിങ്ങളൊക്കെ BJP-യുടെ മുന്നേറ്റവും വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ പരോക്ഷവും വ്യക്തവുമായ സൂചനകളായിട്ട് തന്നെയാണ് BJP കാണുന്നതും. അതുകൊണ്ട് തന്നെ കേരളം സാമ്പ്രദായിക മാർഗത്തിൽ നിന്നും മാറിയിട്ട് പോകുമ്പോൾ UDF-നകത്ത് നിന്ന് പിടിമുറുക്കിയിരിക്കുന്ന മത സാമുദായിക സംഘടനകളുടെ മേൽക്കോയ്മ അതൊരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്നതോ കേരളത്തിൻ്റെ മതേതര സംസ്കാരത്തിനൊപ്പം നിൽക്കുന്നവരല്ലാത്ത ആളുകളെ ക്ഷണിച്ച് കൂടെ കൂട്ടി BJP-യെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിലടക്കം രഹസ്യവും ഇന്നലെ രഹസ്യമായിരുന്നെങ്കിൽ അത് പരസ്യമായി എത്തേണ്ടി വരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും അത്ര പോസിറ്റീവല്ല. നിങ്ങളും ഭയപ്പെടുന്നു. രണ്ട് മുന്നണികളിൽ നിന്നും ആളുകൾ വരുന്നതും ക്ഷണിച്ചും കാത്തിരിക്കേണ്ടി വന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുണ്ടായ കനകോലുവിൻ്റെ വാക്ക് കടമെടുത്താൽ താൽക്കാലികമാണ്. അത് ചില ധ്രുവീകരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം പുറകോട്ടാണ് ഈ രണ്ടു മുൻപോത്. ഭരണവിരുദ്ധ വികാരമായാലും സാമുദായിക നേതാക്കന്മാരുടെ പിടിമുറുക്കലായാലും അത് കേരളത്തിലെ കാര്യം ചോദിച്ചത് ഏതെങ്കിലും രണ്ട് സമാന്തരമായ അല്ലെങ്കിൽ സമാനമായ തെരഞ്ഞെടുപ്പുകളെ കമ്പയർ ചെയ്തുകൊണ്ടല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നൊരു പാറ്റേൺ തന്നെ വരുമ്പോഴും കാലാകാലങ്ങളിൽ BJP-യുടെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വർദ്ധിച്ചു വരുന്ന പാറ്റേൺ ആണ് ഉണ്ടാകുന്നത്. ഇത്തവണ അങ്ങനെയല്ല. അതിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ തദ്ദേശം എന്ന് കമ്പയർ ചെയ്തിട്ടല്ല, ലോക്സഭ എന്ന് കമ്പയർ ചെയ്തിട്ട് തന്നെയല്ല. പക്ഷെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഉണ്ടായിരുന്ന ആ പാറ്റേണിന് ഘടകവിരുദ്ധമായി ഇത്തവണ വോട്ട് പെർസെന്റ് കുറഞ്ഞു എന്നുള്ളത് നിങ്ങൾ തന്നെ അംഗീകരിച്ചൊരു കാര്യമാണ്. അതെന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ.